ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ വിവരം പുറം ലോകത്തെ അറിയിച്ച നീതു ഇന്നില്ല. തകർന്നില്ലാതായ വീട്ടിലേക്ക് നീതുവിന്റെ ഭർത്താവ് ജോജുവും അച്ഛനും എത്തിയത് ഉള്ളുലയ്ക്കുന്ന കാഴ്ചയായിരുന്നു. ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വെള്ളം ഒന്ന് ആരോടെങ്കിലും നമ്മൾ പറയാം. സാർ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രക്ഷപ്പെടുത്താം. നീതുവിന്റെ ഉള്ളുരുകിയുള്ള വിളി കേട്ട് ആരൊക്കെയോ എത്തി. പക്ഷെ വീട്ടിലേക്ക് അടുക്കാൻ കഴിഞ്ഞില്ല. ഉരുൾ കൊണ്ടുപോയി അവളെയും ഒപ്പമുണ്ടായിരുന്ന 4 പേരെയും. തകർന്ന വീട്ടിന് മുന്നിൽ തളർന്നിരിപ്പുണ്ട് ഭർത്താവ് ജോജോ. കൺമുന്നിൽ നിന്ന് പ്രിയപ്പെട്ടവളെയും കൊണ്ട് ഉരുൾ പോയതാണ്. ഇന്ന് വീട്ടിലേക്കൊന്ന് വന്നതാണ്. ആദ്യ സമയമെങ്കിലും എല്ലാരും വിളിക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ കുന്നിന്റെ മുകളിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റില്ല. നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകാനും പറ്റില്ല. അപ്പൊ അവര് കുടുങ്ങണ്ടെന്ന് വെച്ചിട്ട് ആരും ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ടോർച്ചിന്റെ വെളിച്ചത്തിലൊന്നും വരാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല അപ്പം ഉണ്ടായിരുന്നത്. അപ്പൊ നേരം വെളുത്ത് കിട്ടിക്കഴിഞ്ഞാൽ പുറത്തിറങ്ങുക എന്നുള്ളതിലാണ് നമ്മൾ വീട്ടിലൊരു അയൽവാസികളൊക്കെ ഒരു 30-ലധികം ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ അവരുടെ വീടിന്റെ പകുതിയും പോയിട്ടാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. മണ്ണും ചെളിയും കൊണ്ടുപോകാത്ത ഓർമ്മകൾ ബാക്കിയുണ്ട്. അത് ഭദ്രമായി എടുത്തുവെച്ചു. ഇവരോട് എന്തു പറയാനാണ്, എന്തു ചോദിക്കാനാണ്? എല്ലാം താങ്ങാനുള്ള കരുത്തുണ്ടാകട്ടെ. അൻഡൂപ് ചീക്കോടിനൊപ്പം ഷിത ജഗത്, മീഡിയ 1 വയനാട്.